ആദ്യമേ തന്നെ ഞാൻ ഈശോയോടും അമ്മ മാതാവിനോടും നന്ദി പറയുകയാണ്. എൻ്റെ പേര് റെനോൾ, ഇതെൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയുടെ പേര് പിങ്കി. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിലായാലും പ്ലസ് ടുവിലായാലും എനിക്ക് ദൈവം നല്ല മാർക്ക് തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ദൈവത്തിൽ അത്രയ്ക്കധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ഒരു കഴിവാണ്, എൻ്റെ ഒരു മെറിറ്റാണ്, അതിലൂടെയാണ് എനിക്ക് ഇത്രയും നല്ല മാർക്ക് ലഭിച്ചിരുന്നത്. എനിക്ക് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്കൊന്ന് വിദേശത്ത് പോയി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വിദേശത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള IELTS എക്സാമൊക്കെ എഴുതി. അതും ഞാൻ എളുപ്പത്തിൽ പാസ്സായി. അപ്പോഴും എൻ്റെ അഹങ്കാരം വർദ്ധിച്ചുകൊണ്ടിരുന്നുള്ളൂ. അതായത് എൻ്റെ ഒരു കഴിവാണ്, ഇനി അടുത്ത സ്റ്റെപ്പായാലും ഈസി ആയിട്ട് നടക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വിസയ്ക്ക് വെക്കേണ്ട ഒരു സമയമായി. വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട സമയമായി. അപ്പോൾ ആ സമയത്ത് വിസയ്ക്ക് ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്തു. അപ്പോൾ മനസ്സിലായി ഞാൻ അഹങ്കരിച്ചുകൊണ്ട്, അതായത് എൻ്റെ വിസ റിജക്ഷൻ വന്നു. അപ്പോൾ അപ്പോഴും എൻ്റെ ഒരു അഹങ്കാരത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഏജൻസിക്കാരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടാമതും വെച്ചോ, കുഴപ്പമില്ല, കാശൊക്കെ തരാം, രണ്ടാമത് വീണ്ടും വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏജൻസിക്കാർ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, 70% ഇനി നിങ്ങൾ പ്രതീക്ഷ വെക്കേണ്ട. കാരണം ഇപ്പോൾ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് അധികം സാധ്യതകളില്ല പുറത്ത് പോയി പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ ഹോപ്പ് വെക്കേണ്ട എന്നാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു പേടി എൻ്റെ മനസ്സിലേക്ക് കടന്നു. ഈ ഒരു ആഗ്രഹം നടക്കാണ്ടിരിക്കുമോ എന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിലേക്ക് കടന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പറയുന്നത്, നമുക്ക് കൃപാസനം പോകാം. ഞാൻ കൃപാസനത്തിലേക്ക് മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും അമ്മയും കൂടിയൊക്കെ വന്നിട്ട് കൃപാസനത്തിലേക്ക് വന്നു, വിശ്വസിച്ചിട്ട് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, അതായത് ഇത്രയും നാൾ ഞാൻ അഹങ്കരിച്ചത് വളരെ തെറ്റായിരുന്നു. കാരണം ഇത്രയ്ക്കധികം അഹങ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കുറേ അപ്പോൾ തന്നെ നടന്നില്ലെങ്കിലും കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള പണി നമുക്ക് കിട്ടുന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോക്കായാലും കുമ്പസാരായാലും എല്ലാ ദിവസവും ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടാനും എല്ലാത്തിനും തുടങ്ങി. എനിക്ക് ദേഷ്യം കുറച്ച് കൂടുതലായിരുന്നു. ഈ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ഒരു ദേഷ്യത്തിനൊരു കൺട്രോൾ വന്നു. ഇപ്പോൾ എന്നെക്കാളും മൂത്ത ഒരാളാണ് ഫ്രണ്ടിൽ നിൽക്കണതെന്ന് വെച്ചാലും ഞാൻ അതൊന്നും ശ്രദ്ധിക്കാണ്ട് ഓരോന്ന് വിളിച്ച് പറയും. എന്നിട്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് അതിനൊക്കെ ഒരു കൺട്രോൾ വന്നത്. അപ്പുറത്ത് നിൽക്കുന്ന ആളോട് എന്താ പറയണ്ടേ എന്നുള്ള ഒരു ബോധ്യം വന്നത് എനിക്ക് അപ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാമത് വീണ്ടും വിസയ്ക്ക് വെച്ചു. പ്രതീക്ഷയൊന്നുമില്ല, പക്ഷേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും വെച്ചു വിസയ്ക്ക്. അപ്പോൾ ആ സമയത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും അതിൻ്റെ റിപ്ലൈ വന്നു, പക്ഷേ അത് വീണ്ടും റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് ദൈവത്തിലുണ്ടായ വിശ്വാസം വീണ്ടും പോവുകയാണ്. അതായത് ഇത്രയ്ക്കധികം ചെയ്തില്ലേ, ഇനി എന്താണ് എൻ്റെ മാതാവ് എൻ്റെ ഈശോ എനിക്ക് ഒന്നും ചെയ്തു തരാത്തതെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അപ്പോൾ എൻ്റെ അമ്മ വീണ്ടും എന്നോട് പറഞ്ഞു, നീ ഒന്ന് പ്രാർത്ഥിക്ക്, ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും, നിനക്ക് അത്ര വിശ്വാസം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതായിരിക്കും എന്ന് പറഞ്ഞു എന്നോട്. അമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നുള്ളൂ, നീ ഇങ്ങനെ പ്രാർത്ഥിക്ക്, നീ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് നിനക്കൊരു സാക്ഷ്യം പറയാൻ പറ്റണേ എന്ന് നീ പ്രാർത്ഥിക്ക്, ഒരു സാക്ഷിയായി ഉയർത്താൻ വേണ്ടി നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അതേപോലെ എന്നെ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് കൃപാസനത്തിൽ വന്നൊന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെ 10ാം തീയതി എൻ്റെ വിസ അപ്രൂവായി. ഞാൻ ഈ ഒരു മാസം അവസാനത്തോടുകൂടി പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സാധിച്ചെന്ന അമ്മ മാതാവിനോടും ഈശോയോടും ഞാൻ നന്ദി പറയാണ്. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. സങ്കീർത്തനം 18:6. റെനോൾ എ ലിൻഡോ എന്ന മകൻ്റെ ഉടമ്പടി സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ഈ മകൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല മെറിറ്റുള്ളൊരു മകനാണ്. പ്ലസ് ടുവും IELTS എക്സാം ഒക്കെ നല്ല മെറിറ്റോട് കൂടിയാണ് പാസ്സായത്. ആ മകൻ പറഞ്ഞു, ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു, എനിക്കെല്ലാ മെറിറ്റും ഉണ്ടായിരുന്നു. പിന്നീടാണ് അവൻ്റെ ജീവിതത്തിൽ ഒരല്പം കഷ്ടതയുടെ സമയം വന്നത്. ആ സമയത്താണ് അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത്. ദൈവം അവനെ പരിഗണിച്ചു. ദൈവത്തോട് അവൻ സഹായത്തിനായി അഭ്യർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് കൃപാസന അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ അപേക്ഷ ദൈവം കേട്ടു. അവൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. വിസ റിജക്റ്റഡ് ആയപ്പോഴാണ്
അവൻ നിലവിളിച്ചു. പരിശുദ്ധ അമ്മയെ ഈശോയുടെ അരികിൽ വന്നത്. ഉടമ്പടി എടുത്തു. പല വ്യക്തികളുടെ മൂലമാണ് അവനിവിടെ വന്നത്. ഫ്രണ്ട് പറഞ്ഞു വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. അമ്മ പറഞ്ഞു കൊടുത്തു, മോനെ ഞാൻ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ പല വ്യക്തികളാണ് അമ്മയുടെ രൂപത്തിൽ വന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ. ഈ മകൻ അവരുടെ വാക്കുകൾ കേട്ട് വിശ്വാസ്യതയോടെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ആ മുരടിച്ച സാഹചര്യങ്ങളിൽ പുതിയ ജീവൻ തുടിക്കുന്നതായിട്ട് അവന് മനസ്സിലായത്. പിന്നീടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെയും കരം പിടിച്ച് അവൻ പ്രാർത്ഥിച്ചു, കാരുണ്യ പ്രവൃത്തികൾ ചെയ്തു. ആത്മീയമായിട്ട് അവനെ തന്നെ മാറ്റുവാൻ ശ്രമിച്ചു. അങ്ങനെ ആ ഉടമ്പടി ജീവിതവും വിശ്വാസ ജീവിതവും തീഷ്ണതയോടെ ആയപ്പോഴാണ് ഈശോയുടെ അമ്മയുടെയും കരങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കാണുവാൻ സാധിച്ചത്. എല്ലാ മെറിറ്റും പോകുമ്പോഴും അവിടെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. ഈശോയും അമ്മയും അവൻ്റെ കൂടെ നിന്ന് വിസ അപ്രൂവലിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ പിന്നീടുള്ളത് ഒരു സക്സസ് ആയിരുന്നു. ഈ വരുന്ന മാസം അവൻ പോവുകയാണ് പുതിയ സ്ഥലത്തേക്ക്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുവാനാണ് ഇന്ന് ഈ മകൻ നമ്മുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. കൂടുതൽ വിശ്വാസ തീഷ്ണതയോടുകൂടി ഉടമ്പടി ജീവിതത്തിൽ ഈശോയെ പ്രകൃതിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്കും ഉടമ്പടി യാത്ര തുടരാം. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ കുടുംബത്തെയും സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ഇരു കരങ്ങളടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.